ഹായ്, ഈ മുകളിൽ എഴുതി വെച്ചത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതെ, ഇന്ന് നമുക്ക് കുറച്ചല്ല കേട്ടോ, കുറച്ചധികം പൊതിച്ചോറ് കൊടുത്തയക്കാനുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് പൊതിച്ചോറ് കൊടുത്തയക്കാനുള്ളത്. പൊതിച്ചോറിലേക്ക് നമ്മൾ ഉണ്ടാക്കിയത് സാമ്പാർ, ഉപ്പേരി, കൊണ്ടാട്ടമുളക് വറുത്തത്, പിന്നെ മത്തനും പയറും വെച്ചൊരു എരിശ്ശേരി, അച്ചാറും കൂടി ഉണ്ടായിരുന്നേ. കറികളൊക്കെ നമ്മൾ ആദ്യം കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഇവിടെ മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നോലുമ്പാണ്. അപ്പോൾ ഞങ്ങൾ പച്ചക്കറികൾ മാത്രമേ ഈ പൊതിച്ചോറിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളേ. നമ്മൾ പൊതിച്ചോറ് പൊതിയാൻ വേണ്ടിയിട്ട് തുടങ്ങി. പൊതിച്ചോറിലേക്ക് ചോറിട്ട് ചിലപ്പോൾ ഒരു പൊതിച്ചോറിനെ 2 ആൾക്കാർ കഴിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചധികം ചോറിടുന്നുണ്ട്. നമ്മളുടെ അതൊരു കുഞ്ഞു പൊതിച്ചോറായതുകൊണ്ട് തന്നെ കുറച്ച് വിഭവങ്ങളുള്ളൂ കേട്ടോ. കുറച്ച് വിഭവങ്ങളാണെങ്കിൽ തന്നെ പൊതിച്ചോറ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ നമ്മൾ സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ടേസ്റ്റ് കൂടുന്നല്ലേ പറയുക. കറി നമ്മൾ പൊതിച്ചോറിൻ്റെ ഉള്ളിൽ തന്നെ വെക്കട്ടോ, അതാകുമ്പോൾ കൊടുക്കാൻ സുഖമാണല്ലോ. അപ്പോൾ ഇത്രയും പൊതിച്ചോറാണ് കേട്ടോ നമ്മളെ വീട്ടിലുണ്ടായിരുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് 32 പൊതിച്ചോറ് എങ്ങാനും ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാ വീട്ടിൽ നിന്നുള്ള പൊതിച്ചോറ് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. പിന്നെ എല്ലാ പൊതിച്ചോറും കൊണ്ടുപോകാൻ ആളുകൾ വന്നു, വണ്ടി കൊണ്ടാട്ടോ വന്ന്. അങ്ങനെ ഈ ബോക്സിലാക്കി. നമ്മളെല്ലാ പ്രാവശ്യവും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറ് കൊടുത്തയക്കാറുണ്ട്. നമുക്കതൊരു സന്തോഷം, മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമാണല്ലോ.